എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഉത്തര. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ്. പക്ഷെ ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഓരോ മോഡൽസും ഡിസൈൻസ് ഒക്കെ ചെയ്ത് ഇപ്പൊ തരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എങ്ങനെയാണ് എത്തിയെന്നുള്ളത് പറയാം. പണ്ട് മുതലേ തന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലേ തന്നെ നമ്മുടെ വീട്ടിലെ അമ്മയുടെ മെഷീൻ ഉണ്ടായിരുന്നു. അതിൽ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും നമ്മളെ സ്കൂളിലോട്ടുള്ള യൂണിഫോമും ഒക്കെ ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 10ാം ക്ലാസ്സിന് ശേഷമാണ് യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ നോക്കി ഓരോ ഡിസൈൻസും ചെയ്യാനൊക്കെ തുടങ്ങിയത്. പക്ഷെ അപ്പോഴൊന്നും നമ്മളുടെ ഈ ഒരു കരിയർ ഇതാണ്, നമ്മളുടെ ഈ ഒരു പ്രൊഫഷൻ ഇതാണെന്നൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. +2 കഴിഞ്ഞിട്ട് വേറെ കോഴ്സൊക്കെ പഠിക്കാൻ പോയതിൽ സ്പീഡിൽ തിരിച്ചു വരേണ്ടി വന്നു. അതൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. അതുപോലെ തന്നെ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ കയറി, ടെലികോളിങ് അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തുനിന്നും പോയതിൽ സ്പീഡിൽ വേഗം തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ ഒന്നുമല്ല നിൽക്കണ്ടെന്നുള്ളൊരു സംഭവം എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡത്തിന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു സംഭവമൊക്കെയാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എവിടെ പോയിട്ടും ഒന്നും റെഡി ആവണില്ല. പോയതിൽ സ്പീഡിൽ പോണോടത്തുനിന്നൊക്കെ തിരിച്ച് വരേണ്ട അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റണമെങ്കിൽ അതല്ലേ നല്ലത്. പണ്ട് മുതലേ ഞാൻ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പ്രോപ്പറായിട്ട് പഠിച്ച് അതിലോട്ട് തന്നെ ഇറങ്ങാന്നുള്ള രീതിക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോസ് ഒക്കെ കണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോത്തിങ് ബ്രാൻഡുകൾ ചെയ്യുന്നവരെ, സ്റ്റിച്ചിങ് ചെയ്യുന്നവരെ, മോഡൽസ് ഡിസൈൻ ചെയ്യുന്നവരെ ഒക്കെ ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. അവരുടെ A to Z കാര്യങ്ങളെല്ലാനും ഞാൻ നോക്കിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. അതും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടല്ല, എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഇവര് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും ഒരേ വ്ളോഗുകളൊക്കെ ചെയ്യുമല്ലോ, അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അങ്ങനെ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാലോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 1 വർഷമായിട്ടുണ്ട് ഞാനും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട്. അതിനു മുന്നാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് ആർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ മോഡൽസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിന് തന്നെ കുറച്ചൊക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു വർഷമായിട്ടാണ് കസ്റ്റമേഴ്സിന്റെ വർക്കൊക്കെ എടുത്തു തുടങ്ങിയത്. നമ്മുടെ ഈ ഒരു വർക്കിന്റെ ഒരു തുടക്കം എന്ന് പറയണത്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെയ്യുന്ന വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് റീൽസും പോസ്റ്റൊക്കെ ആയിട്ട് ഇടും. അപ്പൊ അങ്ങനെ കണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് വർക്ക് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഓൺലൈനായിട്ട് എനിക്ക് കസ്റ്റമൈസേഷൻ വർക്കുകൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ വർക്കുകളൊക്കെ ചെയ്ത് നല്ലൊരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് സ്വന്തമായിട്ട് ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള രീതിക്ക് ഞാൻ ചിന്തിച്ചത് കേട്ടാ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് വേറെ കണക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാനും ഓൺലൈനായിട്ട് തന്നെ പഠിച്ചതും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു അറിവും വെച്ചുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അവിടെ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് അതുവരെയുള്ള വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിലാണ് നമ്മൾ ആദ്യമായിട്ട് ബ്രാൻഡിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുത്തത്. ആദ്യമേ തന്നെ ഞാൻ മെറ്റീരിയൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, എങ്ങനെ നല്ലൊരു ഹോൾസെയിൽ ഡീലറെ കണ്ടെത്താം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കുറേ ഇരുന്ന് ചെകഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടൊരു ധൈര്യം എനിക്ക് ഉണ്ടായില്ല. കാരണം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്ന് ഡാമേജ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ല. അപ്പോൾ ഉള്ള ഫണ്ടിന് വാങ്ങണത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ ഇവിടെ അടുത്ത് എറണാകുളമാണ് ഉള്ളത്. എറണാകുളത്ത് ബ്രോഡ്വേ പോയിട്ടാണ് നമ്മൾ ആദ്യം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിക്ക് ഡിസ്പ്ലേ ചെയ്ത് എല്ലാ കാര്യങ്ങളും കാണിക്കാനും ഷോപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് സ്റ്റാഫുകളില്ല, ആരുമില്ല. ഞാൻ ഈ ഒരൊറ്റ തടി മാത്രമാണ് ഉള്ളത് കേട്ടാ. എന്നെ വെച്ചുകൊണ്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളെല്ലാനും ഞാനിരുന്ന് ആലോചിച്ചിട്ട് ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് മനസ്സിലാക്കി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തത് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെയ്യുന്ന വർക്കുകൾ കുറച്ചൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ.
അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ക്ലോത്തിങ് ബ്രാൻഡിന് ഒരു പേരിടാൻ വേണ്ടിയിട്ട് ഞാൻ ChatGPTയിലും ഗൂഗിൾ ജെമിനിയിലൊക്കെ സജഷൻസ് ഒക്കെ കൊടുത്ത് കുറച്ച് പേരുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമുക്കൊരു ചെറിയൊരു പേരായിരിക്കണം, പറയാൻ എളുപ്പമായിരിക്കണം, അങ്ങനെ ഒരു പേരാണ് എനിക്ക് എൻ്റെ ബ്രാൻഡിന് വേണ്ടത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഹമ്മോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കിട്ടി. ഹമ്മോക്ക് എന്ന് പറയുമ്പോൾ ഒരു 3 ലെയർ ആയിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിന്റെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് ഫസ്റ്റത്തെ ആ ഒരു പേര് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഹമ്മോ എന്ന് അറിയുന്ന ഒരു വേർഡ് എടുത്തത്. പറയാൻ കുറച്ച് എളുപ്പമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ ഹമ്മോ എന്നൊക്കെ പറയൂലേ, അതുപോലെ എനിക്കത് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പേരാണ് ഞാൻ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ പേര് സെറ്റ് ആക്കിയിട്ട് നേരെ തന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഈ ഒരു പേരിലൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്തു. നമുക്കിനി നെക്സ്റ്റ് ആയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. എനിക്കിവിടെ അടുത്തെന്ന് പറയണത് എറണാകുളം പോയി വരാൻ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളത്ത് പോയിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓൺലൈനായിട്ട് മെറ്റീരിയൽ വാങ്ങാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളതിൽ കുറച്ച് ക്യാഷാണ് ഉണ്ടായിരുന്നത്. ആ ഒരു എമൗണ്ടിന് ഓൺലൈനായിട്ട് മെറ്റീരിയൽ എടുത്ത് ഇനി അതിൽ നിന്ന് ഡാമേജ് പീസ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ അതിന്റെ പിറകെ നടക്കാനുള്ള സമയവും ഇല്ല, നമ്മളുടെ കയ്യിൽ ക്യാഷും ഇല്ല. അപ്പൊ അതുകൊണ്ടല്ല എനിക്കിപ്പോ എറണാകുളം പോയി വന്ന് മെറ്റീരിയൽ എടുക്കാൻ ഓക്കെയാണ്. അങ്ങോട്ട് തന്നെ നേരെ ഇറങ്ങാന്നുള്ള രീതിക്കാണ് പോയത്. എറണാകുളത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ പാറ്റേൺസ്, ഡിസൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എത്ര മീറ്റർ ഫാബ്രിക് നമുക്ക് വേണം എന്നുള്ളത്, എത്ര പീസ് ചെയ്യണം എന്നുള്ളതൊക്കെ ആദ്യമേ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏത് റേഞ്ചിൽ ക്യാഷ് വരണം എന്നുള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. എറണാകുളത്ത് ബ്രോഡ്വേയിൽ പോയിട്ട് അത്യാവശ്യം ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകൾ നമ്മൾ കയറി. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് പോയത്. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ല. നമുക്ക് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരൊന്നും ഡയറക്റ്റ് ഒരു കണക്ഷനും ഇല്ല. എല്ലാവരും ഓൺലൈൻ ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഒട്ടുമിക്ക കടകളും കയറി ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും ഓരോ ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. അതായത് 20,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ബണ്ടിൽ ഫുള്ള് പർച്ചേസ് ചെയ്യണം. ഇപ്പൊ ഒരു 30 മീറ്റർ 50 മീറ്ററിന്റെ ബണ്ടിലാണെങ്കിൽ അത് ഫുള്ള് പർച്ചേസ് ചെയ്യണം. അവരതിൽ നിന്ന് മുറിച്ച് തരുമൊന്നുമില്ല. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എടുക്കണം. അപ്പൊ അതൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കുറെ കടകൾ കയറി ചെന്ന് പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അഫോർഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് ആ ഒരു ഷോപ്പാണ്. ഞാൻ കയറിയ കുറെ കടകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഹോൾസെയിലിന്റെ സെക്ഷൻ ഉണ്ടായത്. അവിടെ മിനിമം 10,000 രൂപയ്ക്കാണ് പർച്ചേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫാബ്രിക്കുകൾ, ഇപ്പോൾ 20 മീറ്ററിന്റെ ഒക്കെ ബണ്ടിലൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ഫാബ്രിക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 5 6 പാറ്റേൺസ് ഫാബ്രിക് എടുത്തിട്ട് കാംബ്രിക് കോട്ടണിലെ നൈലോൺ വർക്ക്, ത്രെഡ് വർക്ക് വരുന്നത്, കോട്ടൺ മെറ്റീരിയൽ, ഇൻഡിഗോ, അങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. പ്രിന്റുള്ള മെറ്റീരിയൽ തന്നെയാണ് കൂടുതലുണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചു പോന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഓരോ ഫാബ്രിക്കിനും ഓരോ പാറ്റേൺ വീതം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന ഓർഡേഴ്സ് എടുത്തിട്ട് വേണം എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫാബ്രിക്കിൽ ഒരു 5 6 പീസോ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ സ്റ്റിച്ച് ചെയ്ത് ആദ്യം തന്നെ വെച്ചിട്ട് കാര്യമില്ല. എനിക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ചിട്ട് വേണം ഞാൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫാബ്രിക്കിനും ഓരോ ഡിസൈൻ വീതം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് കസ്റ്റമേഴ്സ് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. എത്രയാണ് റേറ്റ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ വർക്കും വരുന്നുണ്ടായിരുന്നു. എൻക്വയറീസ് വരുന്നുണ്ടായാലും ഓർഡേഴ്സ് ഒന്നും കൺഫേം ആയിട്ടില്ല. നമ്മൾ ഈ അടുത്തുനിന്ന് കുറച്ച് പേരൊക്കെ തന്നെയാണ് ഒരു 2-3 പീസൊക്കെ എൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഇതുപോലെ പോസ്റ്റ് ചെയ്യാനും റീലൊക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് കസ്റ്റമൈസേഷൻ വർക്കുകളായിരുന്നു കൂടുതൽ കിട്ടിയത്. എനിക്ക് ഏറ്റവും ആവശ്യം വർക്കല്ലേ എന്നുള്ള രീതിക്ക് ഞാൻ കിട്ടിയിട്ടുണ്ടായ കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണെങ്കിൽ നമ്മളുടെ ബ്രാൻഡിലോട്ടുള്ള കാര്യങ്ങളൊന്നും എനങ്ങാതെ അവിടെ കിടക്കുകയാണ് ഉണ്ടായത്.
ഞാനപ്പോ ഒരു 3-4 മാസത്തോളം നമ്മുടെ ബ്രാൻഡിൽ നിന്ന് കാര്യങ്ങളൊന്നും അധികം മൂവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്ന വർക്കുകൾ അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാനാണ് ഉണ്ടായത്. പിന്നെ ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ക്യാമറയോ ഫോണോ ഉണ്ടായിരുന്നില്ല. നമ്മുടെ അനിയന്റെ ഫോണിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അവൻ കോളേജിൽ പോയി വരുന്ന സമയത്ത് ഫോൺ കിട്ടുന്ന സമയം, അതുപോലെ തന്നെ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡിലേ വന്നുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഓൺലൈനായിട്ട് ഓർഡേഴ്സ് അധികം കിട്ടാതിരുന്നത്. അതെന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. നമ്മള് ക്ലോത്തിങ് ബ്രാൻഡിലോട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ ഇട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഓർഡേഴ്സ് വരുമായിരുന്നു. പക്ഷെ നമുക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് വന്നിട്ടുള്ള ഫോൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമുക്കൊരു ഷോപ്പിൽ നിന്ന് ഒരു കോണ്ടാക്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മുടെ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഷോപ്പിലോട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളാണെങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടേതായിട്ടൊരു ബ്രാൻഡൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഞാനപ്പോ കുറച്ച് കഴിഞ്ഞ് അവരോട് സംസാരിച്ചു. നമ്മളുടെ ഇതുപോലെ പ്രോഡക്റ്റ് ഉണ്ട്, നമ്മളുടെ മെറ്റീരിയൽസ് ഇതൊക്കെയാണെന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് എൻ്റെ പാറ്റേൺസ് ഞാൻ 2-3 ഡിസൈൻസും കാണിച്ചു കൊടുത്തു. ഇതുപോലത്തെ ഡിസൈൻസ് വെസ്റ്റേൺ കുറച്ച് ഡ്രസ് മോഡൽസ് കാണിച്ചു കൊടുത്തു. ഈ മോഡൽസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിലോട്ട് എടുക്കാമോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒരു ബൾക്കായിട്ട് ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. അതിന് മുന്നേ വരെ നമുക്ക് ഈ ഒരു അടുത്തുനിന്നുള്ള വർക്കുകളൊക്കെ തന്നെയാണ് കിട്ടിയിരുന്നത്. ഞാൻ കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് മാസത്തിൽ ചുരുങ്ങി പോയാൽ ഒരു 5000 രൂപയ്ക്ക് അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ടായുള്ളൂ ക്യാഷ്, കസ്റ്റമൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കര വലിയ ഡിസൈൻ ഒന്നല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. നോർമൽ ആയിട്ടുള്ള സ്കേർട്ടും ടോപ്പും കുർത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് മോഡൽസ് ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ അതൊരു മോഡലിങ് ചെയ്തിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഇടുമായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് പേജിലൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓൺലൈനായിട്ട് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടി തുടങ്ങിയത്. അങ്ങനെ ഇതാണ് ഇപ്പൊ എൻ്റെ നമ്മുടെ ഈ ഒരു 6 മാസത്തെ ക്ലോത്തിങ് ബ്രാൻഡിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത സമയത്ത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്തെങ്കിലും നമുക്ക് ഹോൾസെയിൽ റേറ്റിനല്ല കിട്ടിയത്. കാരണം എൻ്റെ ഉണ്ടായിരുന്ന എമൗണ്ട് കുറവാണ്. നമ്മൾ എടുത്ത ആ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയാണ് ചെയ്തത്. ഇപ്പോ എനിക്കിപ്പോ ഇവിടെ അടുത്ത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്നതിനേക്കാളും ക്യാഷ് കുറവിനാണ്, എന്നാൽ ഹോൾസെയിൽ റേറ്റ് അല്ല. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ബ്രാൻഡായിട്ട് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് കുറവിനായിരിക്കണ്ടേ മെറ്റീരിയൽ കിട്ടേണ്ടത്. എന്നാലല്ലേ നമുക്കൊരു മാർജിൻ ഇടാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഫോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നല്ലൊരു ഹോൾസെയിൽ ഡീലറിനെ കിട്ടാത്തതുകൊണ്ടാണ്. നെക്സ്റ്റ് ടൈം ഞാനിനി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു ഹോൾസെയിൽ ഡീലറിനെ തന്നെ കണ്ടുപിടിച്ചിട്ട് തന്നെയായിരിക്കും അങ്ങോട്ട് പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കറന്റ്ലി ഇപ്പൊ എൻ്റെ ഒരു വർക്കിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 4-5 പാറ്റേൺ ആണ് ഞാൻ ഷോപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിപ്പോ 2 പാറ്റേൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 9 പീസോളം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കുറച്ചും കൂടി അയൺ ചെയ്യാനുണ്ട്. നാളെയോ മറ്റന്നാളോ ആയിട്ട് എനിക്കത് കൊറിയർ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു തിരക്ക് കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള പാറ്റേൺസ് ഒക്കെ കാണിച്ചു തരാം. ഇതാണ് ഒരു പാറ്റേൺ. കോട്ടൺ മെറ്റീരിയൽ ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്. ഇവിടെ ഞാൻ ഇലാസ്റ്റിക്കില് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്രോസ് ആയിട്ട് ലേസ് പോലെ വരുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടൈ തന്നെയാണ് വരുന്നത് കേട്ടോ. ചെറിയൊരു പഫ് കൊടുത്തിട്ട് ഇവിടെ ഒരു ടൈ ആണ് വരുന്നത്. ബാക്കിൽ ഈ ഒരു ഡീപ്പ് നെക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെയും ഒരു ടൈ ഉണ്ട്, പിന്നെ ഇവിടെയും ഒരു ടൈ ഉണ്ട്. ഇത്രയാണ് ഈ ഒരു പാറ്റേണിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5.5 മീറ്ററോളം ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ചെയ്യാനായിട്ട്. ഇതിന്റെ 2 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിത് ഒന്നുകൂടി ഒന്ന് അടുത്തോട്ട് കാണിച്ചു തരാം. നമ്മൾ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഒരു ടൈ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ
രണ്ടാമത്തെ കളർ ഇതാണ് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ ഇതാണ്. ഇത് കാംബ്രിക് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. കാംബ്രിക് കോട്ടൺ മെറ്റീരിയൽ, ഇത് ത്രെഡ് വർക്ക് ആണ്. ഈ ഒരു അംബ്രല ഡിസൈൻ നൈലോൺ ത്രെഡ് വർക്ക് ആണ് വരുന്നത്. ഇവിടെ ഞാനൊരു പ്രിൻസസ് കട്ട് പോലത്തെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലീവില് ഷോൾഡറിൽ ഇലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ സ്ലീവിലും ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിലൊരു 3 ലെയർ വന്നിട്ടുണ്ട് താഴോട്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഒരു ടൈയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ. ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു ഡിസൈനിലും കൂടി വരുന്നുണ്ട് ഈ പാറ്റേണിൽ. ഇവിടെ ത്രെഡ് വർക്ക് അംബ്രല ഡിസൈൻ ആണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് ഒരു സ്കൂട്ടർ ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ത്രെഡ് വർക്കിൽ സെയിം പാറ്റേൺ തന്നെ. ഇപ്പൊ ഞാൻ കാണിച്ച ഈ 2 പാറ്റേൺ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇനി അത് അയൺ ചെയ്ത് 2-3 എണ്ണം കൂടി അയൺ ചെയ്യാനുണ്ട്. നാളെ മറ്റന്നാളായിട്ട് നമുക്കത് കൊറിയർ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ കൊറിയർ സർവീസ് നോക്കുമ്പോൾ ഞാൻ DTDCയും പോസ്റ്റ് ഓഫീസും ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടിലും ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോസ്റ്റ് ഓഫീസാണ് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. കാരണം DTDC ആവുമ്പോൾ ഡയറക്റ്റ് അവർ വീട്ടിലോട്ട് എല്ലാ പാഴ്സൽസും ഡയറക്റ്റ് അവർ വീട്ടിലോട്ട് കൊണ്ടെത്തിക്കുന്നില്ല. അവരുടെ സെന്ററിൽ പോയിട്ട് കളക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് ആവുമ്പോൾ ആ ഒരു കാര്യമില്ല, അവരുടെ വീട്ടിലോട്ട് തന്നെ കറക്റ്റ് എത്തിക്കും. അതുപോലെ തന്നെ കുറച്ച് ചാർജും കുറവായിട്ട് തോന്നിയത് പോസ്റ്റ് ഓഫീസാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വാട്സപ്പ് വഴിയാണ്. നമുക്ക് വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല. വാട്സപ്പിലൂടെ തന്നെ ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളെ തന്നെ ഉള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ എൻക്വയറീസ് വരുമ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. കസ്റ്റമേഴ്സ് ആയിട്ട് മോഡൽസ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൺഫേം ആക്കിയതിന് ശേഷം, ഒരു കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർഡേഴ്സ് എടുക്കുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിലോട്ടുള്ള അപ്ഡേഷൻസ് ഞാൻ എന്തായാലും യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാൻ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ ഇല്ല. ഒരു 30 സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്ന റീൽസ് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് എന്തായാലും യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യണതാണ്, എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളുടെ ഫീൽഡ് കാര്യങ്ങൾ, നമ്മുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ഒരു ഫീൽഡിലോട്ട് എത്താനായിട്ട് ഒരുപാട് ലേറ്റ് ആയി എന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പോഴെങ്കിലും ഞാൻ എൻ്റെ സ്കില്ല് മനസ്സിലാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ബൈ.